ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റമളാനത്തെ നോമ്പ് പറയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെയായിരുന്നു. ആദ്യത്തെ നോമ്പൊക്കെ നമ്മൾ സ്വന്തം വീട്ടിൽ ആഘോഷിക്കുന്നതായിരിക്കുമല്ലോ നല്ലത്. ആഘോഷിക്കുക എന്ന് തന്നെ പറയണം. റമളാൻ എപ്പോഴും നല്ല രീതിക്ക് നമ്മൾ മനസ്സറിഞ്ഞ് സ്വീകരിക്കണം എന്നാണല്ലോ പറയുന്നത്. ഖുറാനോത്തും നിസ്കാരം, അതായത് കുക്കിങ്ങിനെ അപേക്ഷിച്ചിട്ട് ഖുറാനോത്ത്, നിസ്കാരം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ആ ഒരു റമളാനെ സ്വീകരിക്കണമല്ലോ. അപ്പോൾ എനിക്ക് ഒരു 12:30 ആയപ്പോഴത്തേക്കിനും ഞാൻ അടുക്കളയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ബീഫ് കറി വെക്കണ്ടായിരുന്നു. അപ്പോൾ ബീഫ് കറി ഓൾമോസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ജോലി തന്നെ അപ്പം തന്നെ തീരും എന്നുള്ളതാണ്. ഞാനിപ്പോൾ രാവിലെ ഇപ്പോൾ നമ്മൾ ഇടയത്താഴം എണീറ്റ് കഴിഞ്ഞ് നിസ്കാരം ഓതലും എല്ലാം കഴിഞ്ഞ് ഒരു 7 മണി 6:30 7 മണി ആയപ്പോഴത്തേന് ഞാൻ ഒന്ന് കിടക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ആ ഒരു കിടത്തം ഇനി ഉണ്ടാവില്ല. ഞാൻ ഉച്ചയ്ക്ക് അങ്ങനെ കിടക്കത്തില്ല. അപ്പം വൈകുന്നേരത്തെ രാവിലത്തെ ആ ഒരു കിടത്തം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നേരെ പിന്നെ എണീക്കുമ്പോഴത്തേക്കിനും ഒരു 9 മണിയാകുമ്പോഴത്തേക്കിനും വേറെ ജോലിയൊന്നുമില്ല. പാത്തൂനെ വിടേണ്ട കാരണം 8 മണിയാകുമ്പോൾ എണീക്കും. ഇപ്പം നമ്മൾ ഓൾറെഡി കിടക്കുന്ന കാരണം ആ ഉറക്കം ഭയങ്കര ഗാഠമായ നിദ്രയായിരിക്കും. എല്ലാവർക്കും അനുഭവിക്കുന്ന കാര്യമായിരിക്കും അത്. അപ്പോൾ ഇന്ന് പാത്തൂനെ വിടണമായിരുന്നു. പാത്തൂനെ വിട്ടു. അങ്ങനെ എൻ്റെ ബാക്കി ജോലിയെല്ലാം കഴിഞ്ഞ് 12:30 ആയപ്പോഴത്തേനും ഞാൻ അടുക്കളയിലേക്ക് കയറി. ബീഫ് കറിയും പിന്നെ അതേപോലെ വൈകുന്നേരത്തേക്ക് നമ്മൾ ഈ ഡോനറ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാറ്ററും എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും എടുത്ത് ഇതങ്ങ് വറുത്ത് വെച്ചാൽ മതി. പത്തിരി പിന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം അതിന് വേറെ നമ്മൾ പറയണ്ടായിരുന്നു. ഇക്കാക്ക പറഞ്ഞു ഇനി അത് ഉണ്ടാക്കണ്ട, ഇക്കാക്ക അത് കടയിൽ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞേക്കാം വീട്ടിലേക്കും, അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം പിന്നെ ഫസ്റ്റ് റംസാനിക്ക് ഫസ്റ്റ് ദിവസം പത്തിരി ഇല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അതിപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ കൂടിയും ഇവിടെ പത്തിരി ആയിരിക്കും കേട്ടോ. ഇവിടെ എനിക്ക് മാത്രമേ ഉള്ളൂ ദിവസം പത്തിരി ഇഷ്ടമല്ലാത്ത. ഇവർക്ക് ഈ ഒരു 30 ദിവസവും ഈ പത്തിരി ഇറച്ചിക്കറി ആണെങ്കിൽ വാപ്പാക്കും കാക്കും അത് മതി. അപ്പോൾ ഞാൻ എന്തായാലും കയറി ഇന്ന് കുക്കറിൽ ബീഫ് വെച്ചേക്കാന്ന് കരുതി. അല്ലാതെ നിന്ന് ഇളക്കാൻ പറ്റൂല. അപ്പം അത് കാരണം കുക്കറിൽ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ പാത്രത്തിലേക്ക് ആക്കി ഒന്ന് കുറുക്കി എടുത്താൽ മതിയല്ലോ. അപ്പം നേരെ ഞാൻ അത് ചെയ്യാമെന്ന് കരുതി സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഒരുമിച്ചിട്ട് അങ്ങോട്ട് ഇളക്കി. പിന്നെ ഞാൻ ഓൾറെഡി ഇതിൻ്റെ മസാല വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മുടെ ബീഫിൻ്റെ മസാലയില്ലേ, ഇതെല്ലാം കൂടെ ചൂടാക്കി ഞാൻ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ രണ്ടാമത്തെ ഒരു ബാച്ച് ഞാൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ മൂപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നിന്ന് ഒരു ഇച്ചിരിയും കൂടി ഇട്ട് പിന്നെ നമ്മുടെ ഗരം മസാല എല്ലാം കൂടി ചേർത്ത് നല്ലോണം ഇളക്കി. പിന്നെ ഇതിനകത്തേക്ക് വേറെ പരിപാടിയൊന്നുമില്ല കേട്ടോ. ബീഫിൻ്റെ കഴുകി വാരി വെച്ചതും കൂടി ഇട്ട് ഇളക്കി എടുത്താൽ മതി. ഇതിപ്പോൾ എല്ലാവരും ചെയ്യണ കാര്യമാണ്. ഞാൻ ഈസി പണിക്ക് വേണ്ടിയിട്ടാണ് കുക്കറിനകത്തേക്ക് ഇട്ടത്. ആക്ച്വലി എനിക്ക് ഈ കുക്കറിൽ അടിച്ച ബീഫിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. നമുക്ക് ആ ഒരു കുക്കറിൽ അടിച്ചതിൻ്റെ ഒരു പുഴുങ്ങിയ ഒരു ടേസ്റ്റ് വരത്തില്ല. എനിക്ക് മാത്രമാണ് അങ്ങനെ തോന്നുന്നത്. പക്ഷെ എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് നമ്മുടെ ഈ മൺകലത്തിലോ അല്ലെങ്കിൽ ചട്ടിയിലോ അല്ലാതെ കിടന്ന് വേവുന്ന ആ ഒരു കുറുകി വരുന്ന ബീഫില്ല, അതിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം. ഈ ഒരു കുക്കറിൽ അടിച്ചത് ഇഷ്ടമല്ല. പിന്നെ നോമ്പും പിടിച്ച് ഇനി ഒത്തിരി അങ്ങോട്ട് ചെയ്ത് ആ ഒരു എനർജി വെറുതെ കളയണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്തത്. അപ്പം ബീഫ് കറി ഓൾമോസ്റ്റ് സെറ്റ് ആയപ്പോഴത്തേനും ഞാൻ നേരെ പിന്നെ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു ഇച്ചിരി നേരം അവിടെ റെസ്റ്റ് ചെയ്യും. പിന്നെ അസർ നിസ്കാരവും കൂടെ കഴിഞ്ഞ് ഒരു 5 മണിയാകുമ്പോഴേ കയറുള്ളൂ. ഇപ്പം ഡോനറ്റിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ഇത്. പുഴുങ്ങിയ പൊട്ടറ്റോ, കുറച്ച് സവാള, കുറച്ച് ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ മൊസറല്ലയും ചെഡാർ ചീസിൻ്റെ മിക്സ് ഉണ്ടായിരുന്നു അത്, പിന്നെ ഈ ഒരു ബട്ടർ, പിന്നെ ഇത് നമ്മുടെ മുട്ടയുടെ ഇതാണ് കേട്ടോ. മുട്ടയും ചമ്മന്തിയും കൂടെ വെച്ചിട്ട് കോട്ട് ചെയ്തിട്ട് ബജി ഉണ്ടാക്കുന്നത്. ചമ്മന്തി നല്ല ടേസ്റ്റാണ് കേട്ടോ അതിനകത്ത് മല്ലിച്ചപ്പും ചെറിയ ഉള്ളി, ഇഞ്ചി, കറിവേപ്പില, ഉപ്പ്, ഇത്ര സാധനങ്ങളേ ഉള്ളൂ. പിന്നെ അത് നമ്മുടെ ബീഫ് കറി ഇല്ല, അതിനകത്ത് നിന്ന് എടുത്ത് ബീഫ് ഞാൻ കുറച്ച് ഷ്രെഡ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അതാകുമ്പം സെപ്പറേറ്റ് ഇനി ബീഫ് ഉണ്ടാക്കാൻ നിൽക്കേണ്ട. അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. പോയി എല്ലാം കഴിഞ്ഞ് ഒരു 5 മണിയായപ്പോഴത്തേനും കയറി. ആദ്യം തന്നെ നമ്മുടെ ബജിക്കുള്ള സംഭവങ്ങൾ അങ്ങ് ചെയ്യാമെന്ന് കരുതി. ഞാൻ ഈ ഡോനറ്റിൻ്റെ റെസിപ്പി പറയാത്ത എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് വീഡിയോയിൽ ഞാനിപ്പം ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ ആയിട്ട് ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. റെസിപ്പി വേണ്ടവർ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒക്കെ റെഡിയാക്കി മുട്ട ബജി എല്ലാം വറുത്തു. ഡോനറ്റിൻ്റെ കുറച്ചും കൂടെ ബാക്കിയും കൂടെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണ് ഡോനറ്റ് ആ സമയത്ത് ചെയ്യാൻ. ആ സമയത്ത് അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് മുന്തിരി ഇരിപ്പുണ്ടായിരുന്നു. ഈ മുന്തിരി ആണെങ്കിൽ ഉണ്ടല്ലോ 2 ആഴ്ചയായിട്ട് ഫ്രിഡ്ജിൽ ഇരിക്കുകയായിരുന്നു. നോമ്പിന് വേണ്ടി വെച്ചതല്ല, അന്ന് നമ്മുടെ മിക്സി കേടായത് കാരണം ഉപയോഗിക്കാതെ അങ്ങനെ വെച്ചുകൊണ്ടിരുന്നതാണ്. അതങ്ങനെ ഇരുന്നിരുന്ന് എന്തായാലും ഇന്ന് എടുത്തേക്ക് അടിക്കാമെന്ന് കരുതി. അപ്പോൾ അത് ഓൾറെഡി ഞാൻ ഉച്ചയ്ക്ക് ആ ഒരു ബീഫിൻ്റെ കറി വെക്കുന്ന സമയത്ത് തന്നെ പുഴുങ്ങി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് കറുവപ്പട്ട, ഗ്രാമ്പു ഇതെല്ലാം കൂടി ഇട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത്
പഞ്ചസാരയും കൂടെ ചേർത്ത് അങ്ങനെ അടിക്കേണ്ട ആവശ്യമുള്ളൂ. കറുവപ്പട്ടയും ഗ്രാമ്പും ആണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത്, ചിലവർ ആഡ് ചെയ്യാറുണ്ട്. അങ്ങനെ അത് സെറ്റായി കഴിഞ്ഞപ്പോഴത്തേനും ബ്രെഡ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രെഡിൻ്റെ ക്രംസ് ഒക്കെ ഒന്ന് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഡോനറ്റിൻ്റെ ഷേപ്പിൽ, അല്ലെങ്കിൽ നമ്മുടെ ഉഴുന്നുവടയുടെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പിൽ നടുക്ക് ഒരു തുളയൊക്കെ ഇട്ടിട്ട് ഒന്ന് ക്രംസിലൊക്കെ ഒന്ന് കോട്ട് ചെയ്ത് വറുത്തെടുത്താൽ മതി. ഇതുണ്ടല്ലോ, ഇത് തൽബീന, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതലും പ്രിഫർ ചെയ്തിട്ടുള്ള, നമ്മൾ കഴിക്കാൻ വേണ്ടി പ്രിഫർ ചെയ്തിട്ടുള്ള ബാർലിയുടെ ഡിഷാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ ചെയ്യുമ്പോഴത്തേക്കിനും എടുത്തിടാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ നോമ്പുറ. ഇത് പാത്തു കടിച്ച് വെച്ചേക്കുന്നതാണ്. ഡോനറ്റ് ഉണ്ടായിരുന്നു, പിന്നെ മുട്ട ബജി, ചമ്മന്തിയുടെ ബജി ഉണ്ടായിരുന്നു, നാരങ്ങ വെള്ളം, അത് ഇവർക്ക് മസ്റ്റാണ്, ഉമ്മാക്കും വാപ്പാക്കും വേണം. പിന്നെ നമ്മുടെ മുന്തിരിയുടെ ജ്യൂസ്, പിന്നെ ചായ വാപ്പാക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെയായിട്ട് ഫസ്റ്റ് നോമ്പ് അൽഹംദുലില്ലാ തുറന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം.